ഇന്ന് ഉണക്കമുളക് രസവും മാന്തിലി ഫ്രൈയുമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഉണക്കമുളക് രസം തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും, നല്ല എരിവുള്ള ഉണക്കമുളക് ഇടിച്ചെടുക്കുക. ഇത് 3 ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഈ ഇടിച്ചെടുത്ത കൂട്ട് ഇതിനകത്ത് ചേർത്തൊന്ന് മൂപ്പിക്കുക. ഇനി കുറച്ച് വാളൻ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് പിഴിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുക. എത്രത്തോളം രസം വേണം അതിനനുസരിച്ചിട്ട് വാളൻപുളി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്രത്തോളം ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള അതും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണക്കമുളക് രസമാണ്. ഇത് എരിവോട് കൂടിയുള്ള രസം തന്നെയായിരിക്കും. നല്ല എരിവുള്ള മുളക് ചേർക്കുകയാണെങ്കിൽ നല്ല എരിവ് തന്നെയായിരിക്കും. അഥവാ എരിവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മാന്തിലി ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. ഇതേപോലത്തെ ചെറിയ മീൻ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പം നമുക്ക് രസത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അന്നേരം ഇതേപോലെ നാണ്ട മാന്തിലി ഫ്രൈ ഒക്കെ നല്ലപോലെ ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുക്കുന്നുണ്ട്. അന്നേരം നാണ്ട നമ്മുടെ രസവും തയ്യാറായിട്ടുണ്ട്, മാന്തിലി ഫ്രൈയും തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം.